ലോകം മുഴുവനുമുള്ള ക്രൈസ്തവർ ഇന്ന് ഹോശന്ന ആചരിക്കുകയാണല്ലോ. അതിനോട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു തൻ്റെ ക്രൂശുമരണത്തിന് ചില ദിവസങ്ങൾക്ക് മുൻപ് യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ആ യാത്രയിലാണ് ജനങ്ങൾ യേശുവിനെ ഹോശന്ന പാടി എതിരേറ്റത്. യേശു യെരുശലേമിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുകയുണ്ടായി. ഇതാ, നാം യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ലൂക്കോസ് 18:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പോകുന്ന യാത്രാമധ്യേ വഴിയരികിൽ ഭിക്ഷ യാചിച്ചിരുന്ന കുരുടനെ സൗഖ്യമാക്കി. ചുങ്കക്കാരുടെ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കായിയുടെ ഭവനത്തിൽ പോയി ആ കുടുംബത്തിന് രക്ഷ നൽകുകയും ചെയ്തു. യേശു യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് ഒരു കഴുതക്കുട്ടിയെയായിരുന്നു. കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടിയെ കെട്ടഴിച്ച് കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാരോട് കൽപ്പിക്കുകയായിരുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്താൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ എന്നാണ് യേശു കൽപ്പിച്ചത്. ശിഷ്യന്മാർ തങ്ങളുടെ കൈവശമുള്ള വസ്ത്രം ആ കഴുതക്കുട്ടിമേൽ ഇട്ട് യേശുവിനെ അതിന്മേൽ കയറ്റി. യേശു പോകുമ്പോൾ ജനങ്ങൾ വഴിയരികിൽ വൃക്ഷച്ചില്ലകൾ വെട്ടി അലങ്കരിച്ച് അതുപോലെ തന്നെ വഴിയിൽ തുണികൾ വിതറുകയും ആ നിലയിൽ യേശുവിനെ വലിയ വരവേൽപ്പാണ് നൽകിയത്. യേശു ഒലിവുമലയുടെ മലയുടെ ഇറക്കത്തിന് അടുത്തപ്പോൾ ജനക്കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. മുമ്പും പിമ്പും നടന്ന പുരുഷാരം ദാവീദ് പുത്രനെ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തു വിളിച്ചു. അതൊരു സന്തോഷത്തിൻ്റെ ജൈവിളിയായിരുന്നു. അതേസമയം ദൈവപുത്രനോടുള്ള ഒരു അപേക്ഷയും കൂടിയായിരുന്നു അത്. ഹോശന്ന എന്ന വാക്കിൻ്റെ അർത്ഥം വി ബിസീച്ച് യു സേവ് അസ്, ഞങ്ങൾ കെഞ്ചി അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കുക. അപേക്ഷ നല്ലതായിരുന്നു, എന്നാൽ അവർ ആഗ്രഹിച്ച രക്ഷ മറ്റൊന്നായിരുന്നു. മശിഹായുടെ ഭരണം വന്നാൽ ഞങ്ങൾക്കെല്ലാം സമൃദ്ധിയായി ലഭിക്കും, അല്ലലില്ലാതെ ജീവിക്കാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ യേശു നൽകുന്ന രക്ഷ ആത്മാവിൻ്റെ രക്ഷയായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപം പരിഹരിച്ച് അവരെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ആഗമന ലക്ഷ്യം. യേശു ദേവാലയത്തിൽ കടന്ന് ഒരു വലിയ ശുദ്ധീകരണം നടത്തി. അവിടെ കച്ചവട കേന്ദ്രമായി മാറിയിരുന്നു. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം യേശു പുറത്താക്കി. പൺവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് പറഞ്ഞു. ക്രിസ്തുവിൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയത് ഇവിടെ ഉദ്ധരിക്കട്ടെ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി നൽകുവാനും അത്രേ വന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. മതപുരോഹിതന്മാരും പ്രമാണികളും ജനത്തെ വശത്താക്കി യേശുവിനെതിരെ തിരിയുമാറാക്കി. പീലാത്തോസ് എന്ന ന്യായാധിപൻ യേശുവിനെ വിസ്തരിച്ചിട്ട് കുറ്റമൊന്നും കണ്ടെത്തിയില്ല. യേശുവിനെ എന്ത് ചെയ്യണമെന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ കൊള്ളക്കാരനും കുറ്റവാളിയുമായ ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് ജനം ആർത്തു വിളിച്ചു. അതെ, ഹോശന്ന പാടിയ ജനം ഇപ്പോൾ അവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഹോശന്ന ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള അപേക്ഷയിൽ ഏത് രക്ഷയാണ് ആവശ്യമുള്ളത്? താൽക്കാലികമായ കടങ്ങൾ മാറുകയും കാര്യസാധ്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന രക്ഷയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നിത്യജീവൻ എന്ന ആത്മരക്ഷയാണോ വേണ്ടത്? ചിന്തിക്കുക. ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് സമാധാന ജീവിതം നയിപ്പാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രൂശിങ്കൽ